ഇന്നലത്തെ ബാക്കി വന്ന ഇടിയപ്പം ഇന്ന് ആയു പറക്കുന്ന ഉപ്പുമാവാക്കിയാലോ? ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഇനി ഞാൻ പറഞ്ഞ് തന്നിട്ട് വേണമെന്നല്ലേ? അത് ശരിയാട്ടോ, യൂഷ്വൽ പ്രൊസീജിയറൊക്കെ തന്നെ. സാധാരണ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണേ അങ്ങനെയും ഉണ്ടാക്കാം. അഡീഷണലായിട്ട് ഞാനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ഈ തക്കാളി ഇടുന്നുമ്പാണെങ്കിലേ ഈ പൊടികളൊക്കെ മൂത്തിട്ട് നല്ലൊരു മണം വരും. അത് പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ട കടലയോ പൊട്ടുകടലയോ കപ്പലണ്ടിയോ പച്ചക്കറികളൊക്കെ എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടോളൂ. ആ സമയം നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. എന്നാലേ ഞങ്ങൾ അരൂരുകാരെ പറ്റി പറയട്ടെ. ഞങ്ങൾ അരൂരുകാർക്കൊരു കുഴപ്പമുണ്ട്. ആരെങ്കിലും ഞങ്ങളോട് നാട്ടിലെവിടെയാന്ന് ചോദിച്ചാൽ അറിയാതെ ഞങ്ങളുടെ വായിൽ കൊച്ചിന്നേ വരുള്ളൂ. അപ്പോൾ അവർ ചോദിക്കും കൊച്ചിയിൽ എവിടെയാന്ന്. അപ്പോൾ ഞങ്ങൾ പറയും പ്രോപ്പർ കൊച്ചിയല്ല, എറണാകുളം ആലപ്പി ബോർഡറാണെന്ന്. അപ്പോൾ അവർ ചോദിക്കും ബോർഡറിൽ എവിടെയാന്ന്. അപ്പോൾ ഞങ്ങൾ പറയും അരൂരാണെന്ന്. അപ്പോൾ അവർ വീണ്ടും ചോദിക്കും അല്ല അരൂര് ആലപ്പുഴ ജില്ലയല്ലേ, അപ്പോൾ നിങ്ങൾ ആലപ്പുഴയെന്നല്ലേ പറയണ്ടേന്ന്. ശുഭം. പക്ഷെ മനഃപൂർവ്വമല്ല, ഞങ്ങളുടെ വായിൽ അങ്ങനെ വരൂ. അതെന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഈ കൊച്ചി വേറെ ഒരു ജില്ലയാണെന്നുള്ള ഫീലിംഗ് ഒന്നും ഇല്ല. അത് തന്നെ കാരണം ഞങ്ങൾ പലരും അല്ല, മെജോറിറ്റി ഓഫ് ഞങ്ങളുടെ നാട്ടുകാരും എന്തിനും ഏതിനും ആശ്രയിക്കുന്നത് ഈ കൊച്ചിനെ തന്നെയാണ്. ജോലിക്കാണെങ്കിലും കോളേജ് സ്കൂള് എന്തിനും ഒരു ഷോപ്പിങ്ങിനുമാണെങ്കിൽ റെസ്റ്റോറൻറ്റ്സ്, ഒരു പാർക്ക്, ബീച്ച്, മാള്, ഇതിന് രണ്ടാമത് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോലും ഞങ്ങൾ പോണത് മിക്കവാറും കൊച്ചിയിലേക്കായിരിക്കും. അതുകൊണ്ട് ഈ കൊച്ചി വേറെ ജില്ലയാണെന്നുള്ള ഫീലിംഗ് ഒന്നും ഞങ്ങൾക്കില്ലെന്നേ. പിന്നെ ഞങ്ങളിലൊരു 80% ആൾക്കാരും ഈ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഒന്ന് മൊത്തത്തിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ വായിൽ അങ്ങനെ വന്നു പോണതാണ്. അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ചിലർക്കൊരു സംശയം ഉണ്ടാവും, അല്ല അപ്പോൾ ഈ അരൂര് ശരിക്കും എവിടെയാണ്? ഈ അരൂര് എവിടെയാണെന്നറിയോ? മഴവിൽ മനോരമ കേട്ടിട്ടില്ലേ? അതെ, നമ്മുടെ ടി വിയിലെ ചാനൽ മഴവിൽ മനോരമ തന്നെ. അതുള്ള സ്ഥലമാണ് ഈ അരൂരെന്ന് പറയുന്നത്. കഥ പറഞ്ഞ് ഇടിയപ്പത്തിൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കറി ഒഴിച്ച് കഴിക്കുന്നേക്കാളും ടേസ്റ്റി ആയിട്ട് ഉപ്പുമാവായിട്ട് കഴിക്കാം കേട്ടോ. ഫില്ലിംഗ് ആണ്. നല്ല ഹെൽത്തി വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹെൽത്തി മീലായിട്ട് തന്നെ കഴിക്കാവുന്നതുമാണ്. രാവിലെ ഇടിയപ്പവും ഉച്ചയ്ക്ക് ഇതുപോലെ ഉപ്പുമാവാക്കാം, അല്ലെങ്കിൽ പുലാവെന്നോ അങ്ങനെയും വിളിക്കാം കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണേ.